Hello learners, welcome to Commerce Teacher Malayalam YouTube channel. Kerala PSC recent ആയി വിളിച്ച GST ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള STO എക്സാം സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ഇതിന്റെ പഴയ പേര് കൊമേഴ്ഷ്യൽ ടാക്സ് ഓഫീസർ എന്നതായിരുന്നു. ഇപ്പോൾ റീസെന്റ് ചേഞ്ച് ചെയ്തതാണ്. ഈ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ട് 2015 നടന്നുകൊണ്ടിരുന്ന 172 2015 കാറ്റഗറി നമ്പറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 10 ക്വസ്റ്റ്യൻസും അതേപോലെ അതിൻ്റെ ആൻസറും വിത്ത് എക്സ്പ്ലനേഷനുമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിരുന്നത്. അപ്പോൾ അത് കാണാത്തവ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോ ലിങ്ക് മുകളിൽ കൊടുക്കുന്നതാണ്. ആദ്യ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സിലബസിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് നോക്കാം. 2015 കേരള PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സിലബസിൻ്റെ ഔട്ട്ലൈൻ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കിടക്കാം. 172 2015 കൊമേഴ്ഷ്യൽ ടാക്സ് ഓഫീസർ കേരള PSC ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 11th ക്വസ്റ്റ്യൻ. വാട്ട് മേ ബി ദ കോസ് ഓഫ് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്? നമുക്കറിയാം ക്യാഷ് ഫ്ലോസ് മെയിൻലി 3 ടൈപ്സ് ആയിട്ടാണ്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ഉണ്ടാവാനുള്ള മെയിൻ കോസ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ദ റീപേയ്മെന്റ് ഓഫ് എ ലോൺ, ഹൈ ലെവൽ ഓഫ് ഡിവിഡൻഡ് പേയ്മെന്റ്സ്, എ സബ്സ്റ്റാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ന്യൂ ഫിക്സ്ഡ് അസറ്റ്, എ സഡൻ ഇൻക്രീസ് ഇൻ ക്രെഡിറ്റ് സെയിൽസ്. നമുക്ക് ആൻസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Answer is D, a sudden increase in credit sales. Twelfth question. Which one of the following is false? A profitable company will never run out of cash. If cash outflows exceed inflow on an ongoing basis, the business will eventually run out of cash. Rapidly expanding companies can sometimes face a cash shortage. Cash is the lifeblood of a business. Without it, the business will die. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് ഓർ ഫാൾസ് ആയി? നമുക്കറിയാം ക്യാഷ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ദി ബിസിനസ് ആൻഡ് വിതൗട്ട് ഇറ്റ് ദ ബിസിനസ് വിൽ ഡൈ. ക്യാഷ് ഇല്ലാതെ ഒരു ബിസിനസ്സിനും നിലനിൽക്കുവാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഡി ഓപ്ഷൻ കറക്റ്റ് ആണ്, ഫാൾസ് അല്ല. Then, rapidly expanding companies can sometimes face a cash shortage. ഷുറായിട്ടും ക്യാഷ് ഷോർട്ടേജ് ഫേസ് ചെയ്തിട്ടുണ്ടാവണം. ക്യാഷ് ഇൻഫ്ലോസിനെക്കാളും ക്യാഷ് ഔട്ട്ഫ്ലോസ് എക്സീഡ് ചെയ്യണം ഓൺ ഗോയിങ് ബേസിസിൽ നിന്നുണ്ടെങ്കിൽ അവിടെ ഇവഞ്ച്വലി ക്യാഷ് റൺ ഔട്ട് ഉണ്ടാവുന്നതാണ്. ദെൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, എ പ്രോഫിറ്റബിൾ കമ്പനി വിൽ നെവർ റൺ ഔട്ട് ഓഫ് ക്യാഷ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. It's a common misconception that a profit companies never suffer cash shortage. However, there are many cases of profitable companies running out of cash. Common reasons include ambitious and purely funded expansion failing to convert profit into cash by getting cash from debtors. So, answer is A. Profitable company will never run out of cash. 13th question. Which of the following involves movement of cash? Cash movement ഏതിലാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? ബോണസ് ഇഷ്യൂ, റൈറ്റ് ഇഷ്യൂ, ക്രിയേഷൻ ഓഫ് പ്രൊവിഷൻ ഫോർ പെൻഷൻ, ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. The right issue involves the issue of shares to existing shareholders for cash at a price which is normally less than the current market price. A bonus issue is the issue of free extra shares to existing shareholders. Depreciation is in effect an arbitrary allocation of past capital expenditure, while provisions for pensions are simply estimates of future expenditure for pension benefits. So right answer is ഒരു പാർട്ട് എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ കറന്റ് മാർക്കറ്റ് പ്രൈസിനേക്കാൾ അത് കുറവായിരിക്കും ഷെയർസിന്. അതുകൊണ്ട് തന്നെ റൈറ്റ് ഇഷ്യൂ ആണ് കറക്റ്റ് ആൻസർ. ബോണസ് ഇഷ്യൂ, ക്രിയേഷൻ ഓഫ് പ്രൊവിഷൻ ഫോർ പെൻഷൻ, ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റിലും ക്യാഷ് മൂവ്മെന്റ് നടക്കുന്നുണ്ട്. റൈറ്റ് ഇഷ്യൂവിൽ മാത്രമാണ് ഫുള്ളി ക്യാഷ് മൂവ്മെന്റ്സ് നടക്കാത്തത്. അതുകൊണ്ട് തന്നെ ആൻസർ ഈസ് ബി.
14th question. The difference between fixed cost and variable cost assumes significance in the preparation of the following budget. Master budget, flexible budget, cash budget, capital budget. Variable cost is the cost which varies with the level of production. It is directly associated with the units. It is fixed in terms of per unit but changes with the level of productions. For example, the cost of raw materials. Fixed cost is the cost which is fixed in terms of value irrespective of the level of activity. Fixed cost remain constant in terms of value but changes per unit with the level of activity. If level of activity increases, fixed cost per unit decreases and vice versa. Red is the example of fixed cost. While preparing the flexible budget, a different level of activity is considered. Hence, fixed cost and variable cost plays a significant role while making the flexible budget. So, answer is B. Flexible budget. The difference between fixed cost and variable cost assumes a significance in the preparation of flexible budget. Okay, clear. Next question is, when a manufacturing business prepares budget for a period, which is normally the first budget to be prepared, cash budget, production budget, sales budget, capital expenditure budget. Which one is correct? Companies create a sales budget to determine how much revenue they expect to generate from their products and services. Because sales provides the top line number in all operating budgets. After the master budget, the sales budget is the next budget companies usually prepare. So correct answer is B. Sales budget. When a manufacturing business prepares budget for a period, which is normally the first budget is to be prepared, sales budget. Next question is, what is management by exception? A form of management accountability, a means of management control, a means of assessing managerial performance, a form of planning. Which one is correct? Management by exception is important topic in every competitive exams. It is repeatedly asking in every exams. The principle of management by exception states that managers should concentrate only on significant deviations rather than each and every organizational activity. The more the managers concentrate control efforts on significant exceptions, the more efficient will be the result of their control. Management by exception എന്നത് എംപ്ലോയീസിനെ എംപവർ ചെയ്യുന്നതിനുള്ള ഒരു മാനേജ്മെന്റ് പോളിസി അല്ലെങ്കിൽ സ്റ്റൈൽ പ്രൊസീജിയർ എന്നൊക്കെ പറയാം നമുക്ക്. ഈ ഒരു പോളിസി പ്രകാരം ഒഴിച്ചുകൂടാൻ പറ്റാത്ത എക്സെപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും മാനേജേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ അത്രയും മാത്രം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രം ടോപ്പ് മാനേജ്മെൻറ്റ് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മതിയാവും. അല്ലാത്ത ഇൻസിഗ്നിഫിക്കൻറ്റ് ഇല്ലെങ്കിൽ റൗട്ടിംഗ് മാറ്റേഴ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന മിഡിൽ ആൻഡ് ലോവർ ലെവൽ എംപ്ലോയീസ് ആയിരിക്കും. സിഗ്നിഫിക്കൻറ്റ് എക്സെപ്ഷൻസിലായിരിക്കും ഇവിടെ മാനേജേഴ്സ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ ഇമ്പോർട്ടൻറ്റ് ടേംസുകളാണ് മെഷർമെൻറ്റ്, projection, selection, observation, comparison, decision making, and the process of management by exception is setting objectives or not, assessing and comparing with objectives, analyzing the deviation, solving the exception. Principles of management by exception is systematic approach, self-control, knowledge of exemptions, delegation of authority, invite co-partnership, develop subordinates. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നത് ബേസിക് അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡ് കൂടിയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കറക്റ്റായിട്ട് പഠിക്കേണ്ട ഒരു ടേമാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. സോ ആൻസർ ഈസ് ബി, എ മീൻസ് ഓഫ് മാനേജ്മെൻറ്റ് കൺട്രോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, എ ബഡ്ജറ്റ് ഈസ് ഓൾ ഓഫ് ദി ഫോളോയിങ് എക്സെപ്റ്റ് options: a plan which will ensure the generation of future profit, a system to integrate operations for future activity, a financial plan for the future, a system which help to coordinate internal activities.
ഓഫ് കോഴ്സ് ഏതായിരിക്കും ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യുക എന്ന് എൻഷുർ ചെയ്യുന്ന ഒരു പ്ലാൻ ആയിരിക്കും ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഓഫ് കോഴ്സ് എൻഷുർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആൻസർ ഈസ് ഓപ്ഷൻ എ, എ പ്ലാൻ വിച്ച് വിൽ എൻഷുർ ദി ജനറേഷൻ ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ്സ്. So, a budget is a system to integrate operation for future activity. It is a financial plan for the future. It is the system which help coordinate internal activities. Next question is, which of the following consistent with a more aggressive approach of financing working capital? Financing short-term needs with the short-term funds, financing permanent inventory build-up with long-term debt, financing seasonal needs with short-term funds, financing some long-term needs with short-term funds. Strategies അല്ലെങ്കിൽ approaches of working capital management എന്ന് പറയുന്നത് കൺസേർവിങ്, ഹെഡ്ജിങ്, അഗ്രസീവ് എന്നുള്ള മൂന്ന് അപ്രോച്ചസ് ആണുള്ളത്. ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അഗ്രസീവ് അപ്രോച്ചാണ്. അഗ്രസീവ് അപ്രോച്ച് ഹൈ റിസ്ക് ആൻഡ് ഹൈ പ്രോഫിറ്റബിലിറ്റി ഉള്ളതാണ്. Aggressive approach is a high-risk strategy of working capital financing, wherein short-term finance are utilized not only to finance the temporary working capital but also a reasonable part of the permanent working capital. ഇവിടെ factors affecting 3 strategies of working capital financing ആണ് കൊടുത്തിരിക്കുന്നത്. ഈ approaches most important ആണ്. അപ്പോൾ ഈ 3 approaches വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് നോക്കുക. ആൻസർ ഈസ് ഫിനാൻസിങ് സം ലോങ് ടേം ഡീൽസ് വിത്ത് ഷോർട്ട് ടേം ഫണ്ട്സ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ മാത്രമല്ല, ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ മാത്രമല്ല, നമ്മളിവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പോയിന്റ്സും കൂടി ഈ ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, സ്പോണ്ടേനിയസ് ഫിനാൻസിങ് ഇൻക്ലൂഡ്സ് cash at bank, accounts payable, short-term loans, provision for dividend. Short-term ഫിനാൻസിലാണ് സ്പോണ്ടേനിയസ് ഫിനാൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. Short-term finance includes spontaneous financing, negotiated financing, factors, accounts receivable, composition of short-term financing. The spontaneous financing includes, it is a financing which flows with the volume of sales activity during normal business operation that requires no additional assistance from lenders or creditors. The most common resources for this kind of financing include account payables and accruals. So correct answer is option C. Next question is permanent working capital. Options: varies with the seasonal needs, include fixed assets, is the amount of current asset required to meet a firm's long-term minimum needs, includes accounts payable. Which one is correct answer? Yes, answer option C is the correct answer. ഫേംസ് ലോങ് ടേം മിനിമം നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി കറണ്ട് അസറ്റിൻ്റെ എമൗണ്ടിനെയാണ് എന്താ പറയുക, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഐഡൻറ്റിഫൈ ദ ഫിക്റ്റീഷ്യസ് അസറ്റ്. പ്രിലിമിനറി എക്സ്പെൻസസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് ബാലൻസ്, ബോത്ത് എ ആൻഡ് ബി, ഗുഡ് വിൽ. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ലീഗൽ ഫോം ആൻഡ് പോസസ് നോ റിയൽ വാല്യൂ. ലീഗൽ ഫോം ഓർ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല, അതേപോലെ വാല്യൂ ഇല്ല, റിയൽ വാല്യൂ ഇല്ല. നമുക്കറിയാം അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, തിങ്സ് ഓഫ് വാല്യൂ എന്നാണ്. അപ്പോൾ വാല്യൂ ഇല്ലാത്ത അസറ്റ് നമ്മൾ അസറ്റായി കൺസിഡർ ചെയ്യുമോ? നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ പ്രിലിമിനറി സ്റ്റേജിൽ ഓർഗനൈസേഷന് ഹ്യൂജ് എക്സ്പെൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 1 ഇയറിലേക്ക് മാത്രമായിട്ട് നമുക്ക് ഈ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനും കഴിയില്ല. നമുക്കറിയാം നമ്മുടെ ഓർഗനൈസേഷൻ ഗോയിങ് കൺസെപ്റ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. കുറേ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വർഷങ്ങളായിട്ട് നമ്മൾ ഈ എക്സ്പെൻസ് മീറ്റ് ചെയ്യണം. ഒരു പാർട്ട് ചിലവായി കണക്കാക്കുകയും മറു പാർട്ട് ചിലവായി കണക്കാക്കാത്ത ബാക്കിയുള്ള ഭാഗത്തിനെ മാറ്റി നിർത്തുകയും ചെയ്യും. അതാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
Our fictitious asset are those assets which are neither tangible asset nor intangible asset, but it represents loss or expense yet to be written off. There is no legal form or physical existence. It possesses no real value. Examples are debit balance or profit and loss account, deferred advertisement expenditure, deferred revenue expenditure, preliminary expenses, underwriter commission, discount on issue of shares. That include debentures, equity, preference, etc. ഈ ഒരു പ്രിലിമിനറി എക്സ്പെൻസസ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസിൽ ഫിക്റ്റീഷ്യസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമുക്ക് ചോദിക്കാം, കുറേ പ്രാവശ്യം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ ഫിക്റ്റീഷ്യസ് അസറ്റ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. Fictitious asset include preliminary expense and profit and loss debit balance. Next question is identify the transactions where flow of fund occurs. Transaction involving current liabilities, non-current liabilities. Transaction involving current asset, non-current asset. Transaction involving current asset and non-current liabilities. Option D, all of the above. Flow of fund. It changes in working capital or movement or changes in funds. In other words, while a transaction is taking place, any decrease or increase in funds or working capital is called flow of fund. So answer is option D, all of the above. The transaction involving current asset, current liabilities, non-current asset, non-current liabilities are included in the flow of fund section. Next question is, which of the following types of assets should be financed with a long-term source? Fixed asset only, fixed asset and temporary current asset, fixed asset and permanent current asset, temporary and permanent current assets. Long-term sourceലൂടെ ഫിനാൻസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അസറ്റ്സ് എന്ന് പറയുന്ന ഏതായിരിക്കും? ഓപ്ഷൻ സി, ഫിക്സ്ഡ് അസറ്റ് ആൻഡ് പെർമനന്റ് കറന്റ് അസറ്റ്സ്. Next question, how will you treat the share forfeited account while preparing balance sheet of a company? Options, add with the paid up capital, deduct from the paid up capital, shown under reserve and surplus, shown under current liabilities and provisions. കമ്പനി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ഷെയർ ഫോർഫിറ്റ് അക്കൗണ്ട് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ആഡ് വിത്ത് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, while determining managerial remuneration, which among the following is not considered? Options are commission received, premium on shares, profit on sale of forfeited shares. Option D, both B and C. So answer is option D, both B and C. While determining managerial remuneration, profit on sale of forfeited shares and premium on shares not considered. Next question is, cost of capital refers to? This question from financial management. Cost of capital refers to required rate of return, dividend, flotation cost, none of the above. Which one is correct answer? The answer is answer A. Cost of capital refers to required rate of return. Cost of capital is the required rate of return necessary to make a capital budget project such as building a new factory, etc. It is a cost of equity if the business is financed solely through equity, or to the cost of debt if it is financed solely through debt. And also, cost of capital is a necessary economic and accounting tool that calculate investment opportunity cost and maximize potential investment in the process. Next question is, identify the correct statement. Retained earnings are cost free. External equity is cheaper than internal equity. Retained equity are cheaper than
external equity. Retained equity are costlier than external equity. So correct answer is answer C. Retained equity are cheaper than external equity. Next question is, the internal rate of return IRR is options: the same thing as the discount rate, the same thing as the cost of capital, the ratio of average annual profit to average investments, the discount rate that equals the present value of inflows and outflows. So correct answer is the internal rate of return is a metric used in financial analysis to estimate the profitability of potential investments. The internal rate of return is a discount rate that makes the net present value NPV of all cash flows equal to 0 in a discounted cash flow analysis. Internal rate of return is the discount rate that equates the present value of inflows and outflows. Correct answer is option D. Next question is, the optimal capital structure of a firm. Options: minimizes the firm's cost of capital, debt to capital. Next option is that combination of debt, preferred and common stock that maximizes the firm's share values. Third option is one in which the weighted cost of capital is less than the IRR. Option D, none of the above are correct. Which one is correct? Correct answer is option B. The optimal capital structure of a firm is that combination of debt, preferred and common stock that maximize the firm's share value. And also the optimal capital structure of a firm is the best mix of debt and equity financing that maximize a company's market value while maximize its cost of capital. Thus, companies have to find the optimal point at which the marginal benefit of debt equals the marginal cost. Next question, the dividend payout ratio is equal to options: the dividend yield plus the capital gains yield, dividend per share divided by earning per share, dividend per share divided by par value per share, dividends per share divided by current price per share. Which one is the correct answer? Correct answer is answer B, dividend per share, or dividends divided by earning per share or net income. നമ്മൾ 30 ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർ വീഡിയോസും കൂടി കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതേപോലെ എക്സ്പ്ലനേഷൻസും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അക്കൗണ്ടൻസി, ലോ, GST പാർട്ടിൽ നിന്നും നമ്മൾ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.